അവൻ്റെ ചെവിക്ക് നമ്മൾ സാധാരണ തമാശക്കൊക്കെ പിടിക്കുന്നത് പോലെ അവനും ചിരിക്കുകയാണ്. നിങ്ങൾ അവൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം. സാധാരണ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വെറുതെ ഞാൻ ചെവിക്ക് വെറുതെ പിടിക്കാറുണ്ട്, അല്ലാതെ നുള്ളുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തതല്ല. അങ്ങനെ ആ കുട്ടിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 3 ഡിവിഷനുകളിൽ നിന്നുള്ള 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മികച്ച മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ്, കൗൺസിലേഴ്സ് അവാർഡ് മീറ്റ് എന്നാണ് അതിനൊരു പേര് നൽകിയിരുന്നത്. അവർ ആ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചിരുന്നത് എന്നെയാണ്. അപ്പം ഞാൻ വിദ്യാർത്ഥികൾ സംബന്ധിക്കുന്ന ഏത് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും, കോളേജുകളിലോ സ്കൂളുകളിലോ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ സദസ്സിനെയും കൂടി നമ്മളുടെ പരിപാടിയുടെ ഭാഗമാക്കാൻ, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വിദ്യാർത്ഥികളുമായി ഇൻ്ററാക്ഷൻ നടത്താറുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടല്ല നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഒരു MLA എന്നുള്ള നിലയിൽ പങ്കെടുത്ത സന്ദർഭത്തിലും ഈവൻ മന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുത്ത ഘട്ടത്തിൽ വരെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് ഞാനൊരു അധ്യാപകനാണ് എന്നുള്ളതാണ്. മണ്ണാർക്കാട് നടന്ന പരിപാടിയിലും കുട്ടികളുമായിട്ട് രക്ഷിതാക്കളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു. അപ്പം നമ്മളുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, പക്ഷേ പൊതുവായന അവരിൽ കുറവാണ് എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സദസ്സിനോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ 12 വർഷത്തിനിടയിൽ +2 വിദ്യാർത്ഥികളാണ് ഏറ്റവും മുന്നിലിരുന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 12 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ 10ാം ക്ലാസ് പഠിച്ച കുട്ടികൾ, ഒരു മലയാളം നോവൽ വായിച്ച കുട്ടികളൊന്ന് കൈവക്കുക. അതിലൊരു കുട്ടിയാണ് കൈവക്കിയത്. അപ്പോൾ ആ കുട്ടിയാണ് പറയുന്നത്, ഞാൻ വായിച്ചത് പാത്തുമ്മയുടെ ആടാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ് തിരിച്ച്, ആരാണ് പാത്തുമ്മ? പാത്തുമ്മ എന്ന് പറയുന്ന കഥാപാത്രം ആരാണ്? എഴുത്തുകാരൻ്റെ ആരെങ്കിലും ആണോ? ആ കുട്ടി അതിന് മറുപടിയും പറഞ്ഞു, ബഷീറിൻ്റെ സഹോദരിയാണ് പാത്തുമ്മ. പിന്നെ ഞാൻ ചോദിച്ചു, ഒരു മലയാള ചെറുകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ കാലയളവിനുള്ളിൽ ഒരാളും വായിച്ചിട്ടില്ല. ഒരു മലയാളം കവിത നിങ്ങളുടെ സിലബസിൽ അല്ലാത്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനും അനുകൂലമായിട്ടുള്ള മറുപടി അല്ല കിട്ടിയത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ പാഠപുസ്തകങ്ങൾ വായിക്കുകയും പരീക്ഷാ കേന്ദ്രീകൃതമായി പഠിക്കുകയും മാർക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവായന കുറഞ്ഞു വരികയാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. നമ്മളുടെ മക്കൾക്ക്, പുതുതലമുറക്ക് സാമൂഹ്യാവബോധം ഉണ്ടാകണമെങ്കിൽ പൊതുവായന ഉണ്ടാകണം. പൊതുവായന ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തെക്കുറിച്ച്, നമ്മളുടെ വൃത്തത്തിന് പുറത്തുള്ളവരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള ഒരു അവബോധം നമ്മളുടെ കുട്ടികൾക്ക്, നമുക്ക് ഒക്കെ തന്നെ കിട്ടുന്നത്. ആ നിലക്കാണ് അവരോട് സംവദിച്ചത്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, മലയാളത്തിലും അറബിയും രണ്ടും ഉപഭാഷകളായി എടുത്ത കുട്ടികളുണ്ട്. അപ്പോൾ അറബി അങ്ങനെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിട്ട് എടുത്തൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, അറബിയിൽ ഉള്ളതും എന്നാൽ മലയാളത്തിൽ ഇല്ലാത്തതുമായ ഏതെങ്കിലും അക്ഷരം പറയാൻ പറ്റുമോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സ എന്ന അക്ഷരമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ എന്ന അക്ഷരത്തിൽ ഒരു വാക്ക് പറയാൻ പറ്റുമോ? അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് സംസം. അപ്പം ഞാൻ ചോദിച്ചു, സംസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയൂ? ആ കുട്ടി അറിയില്ല എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ആർക്കും അറിയാൻ സാധ്യതയില്ലാത്തതാണ്. എന്നാലും ആ കുട്ടി
അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ നിലക്ക് ആ വാക്കിൻ്റെ അർത്ഥം സം എന്ന് പറഞ്ഞാൽ നിൽക്കൂ നിൽക്കൂ, അടങ്ങ് അടങ്ങ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുട്ടികളുമായും രക്ഷിതാക്കളുമായും ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്, പ്രസംഗിച്ചത്. ഒരു പ്രസംഗമായിരുന്നില്ല, അതിലപ്പുറം അവരോടൊരു അധ്യാപകൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് പറഞ്ഞത്. അപ്പോൾ ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികളോട് ഹിന്ദിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പറ്റുമോ, അമ്മയുടെ പേര് എഴുതാൻ പറ്റുമോ, അച്ഛൻ്റെ പേര് എഴുതാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ അവരോട്, എടോ നിങ്ങൾക്ക് അക്ഷരം അറിയാം, എന്നാലൊരു വാക്ക് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എഴുതാൻ അറിയാം, എങ്കിൽ വരൂ നിങ്ങൾ ഒന്ന് എഴുത്. അങ്ങനെ 3-4 കുട്ടികൾ വന്നു, അവരെഴുതിയതെല്ലാം ശരിയായിരുന്നു. ഒരു കുട്ടിക്ക് മാത്രമാണ് മ എന്ന് പറയുന്നതിന് എഴുതുന്നതിന് പകരം ല എന്ന് ആ കുട്ടി എഴുതിയത്. അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവൻ്റെ ചെവിക്ക് നമ്മൾ സാധാരണ തമാശക്കൊക്കെ പിടിക്കുന്നത് പോലെ അവനും ചിരിക്കുകയാണ്. നിങ്ങൾ അവൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം. സാധാരണ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വെറുതെ ഞാൻ ചെവിക്ക് വെറുതെ പിടിക്കാറുണ്ട്, അല്ലാതെ നുള്ളുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തതല്ല. അങ്ങനെ ആ കുട്ടിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്നത്തെ ചടങ്ങിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അതിൽ വല്ല അപമാനവും അവർക്ക് തോന്നി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും അവർക്ക് തോന്നിയിട്ടില്ല. ആ കുട്ടികൾ തന്നെ അത് വന്ന് പറഞ്ഞു. നമ്മളാരും പറഞ്ഞു കൊടുത്തതല്ലല്ലോ ആ കുട്ടികളോട്. എനിക്ക് ആ കുട്ടികളെ അറിയുക പോലുമില്ല. ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പരാതിയൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ അപമാനിച്ചതായിട്ട് തോന്നിയിട്ടുമില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, പറയുന്നത്, അതുപോലെ കറക്റ്റ് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഒരു പൊതുപ്രശ്നം എല്ലാം അവർക്കറിയാം. പക്ഷെ അവർക്ക് അതൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലോ 4 ആളുകളുടെ മുന്നിലോ വന്ന് പറയാനുള്ള ധൈര്യമില്ല. ആ ധൈര്യം നമ്മളുടെ മക്കൾക്ക് ഉണ്ടാക്കണം. നമ്മളുടെ പെൺകുട്ടികൾ വളരെ സ്മാർട്ടാണ്, അവർക്ക് നല്ല ധൈര്യമുണ്ട്. പക്ഷേ നമ്മളുടെ ആൺകുട്ടികളും വളരെ പിന്നിലേക്കാണ് ആ കാര്യത്തിൽ. അവരെയും കൂടി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഒരു സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ രക്ഷിതാക്കൾ, അവരുടെ സുഹൃത്തുക്കൾ ഉള്ള ഒരു സദസ്സ്, അല്ലാതെ ഒരു വലിയ വിപുലമായിട്ടുള്ള പൊതുവേദിയൊന്നും അല്ല അത്, അവരോട് ചോദിച്ചത്. അതിനെയാണ് വലിയ തോതിൽ വിമർശന വിധേയമാക്കിയത്. മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ അതിനെതിരായിട്ട് ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ബിന്ദു കൃഷ്ണ അതിൽ ഇടപെട്ട് സംസാരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീൻ അതിൽ ഇടപെട്ട് സംസാരിച്ചത്.